ഡ്രയർ വാങ്ങിക്കൊണ്ടുവച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാം. നാളികേരം ഉണക്കിയെടുക്കാം. നാളികേരം ഏകദേശം 200-250 നാളികേരം വരെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഇതിലേക്ക് 250 നാളികേരം ഒറ്റ ട്രിപ്പിൽ അതികർഷകർക്ക് വളരെ നല്ലൊരു മോഡലാണ്. അതായത് ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യമില്ല. മഴക്കാലത്താണെങ്കിൽ അവർക്ക് ഒരു ചെറിയ ഷെഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, അവരെ വീട്ടിൽ തന്നെയുള്ള വിറകും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാം. നമ്മളുള്ളത് ചാലക്കുടി മെക്മാർക്കിലാണ്. മെക്മാർക്കിൽ കണ്ട ഇതൊരു കറണ്ട് ഇല്ലാതെ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണക്കാൻ പറ്റിയ ഒരു ഡ്രയറാട്ടോ, ഒരു ഫയർവുഡ് ഡ്രയർ. നമ്മൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് സാധനമാണ്. അർഷദ് ഭായി, ഇതിൽ എന്തൊക്കെ നമുക്ക് ഉണക്കാം? ഇതിൽ നമുക്ക് പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമ്മളെ വീട്ടിൽ വെറുതെ പറമ്പിലൊക്കെ എടുക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത വിറക് ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, ഉണക്കാൻ പറ്റിയ ഡ്രയർ. ഈ ഒരു ഡ്രയർ വാങ്ങിക്കൊണ്ടുവച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാം. നാളികേരം ഉണക്കിയെടുക്കാം. നാളികേരം ഏകദേശം 200-250 നാളികേരം വരെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഇതിലേക്ക് 250 നാളികേരം ഒറ്റ ട്രിപ്പിൽ ഉണക്കിയെടുക്കാം. അതായത് ഏകദേശം 500 മുറിയോളം എന്ത് ചെയ്യാം, ഇതിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ കയറ്റിയിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടക്ക ഉണക്കാം. ഈ നാളികേരം വെക്കുമ്പോൾ നമ്മൾ എത്ര ദിവസം വരുന്നത്? നാളികേരം വെക്കുമ്പോൾ ഏകദേശം ഇന്ന് രാവിലെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏകദേശം പിറ്റേന്ന് രാവിലെ വരെ നമുക്ക് ഏകദേശം കണ്ടിന്യൂ ആയിട്ട് നല്ല രീതിയിൽ ചൂട് കൊടുക്കുകയാണെങ്കിൽ അടത്തിയെടുക്കാൻ പറ്റിയ തരത്തിൽ ഡ്രൈ വരും. പിന്നെ അതിനുശേഷം അടത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, അതുപോലെ തന്നെ 2 ദിവസം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ചൂട് കൊടുക്കുക. ചൂട് കൊടുത്താൽ നമുക്ക് ഏകദേശം പൂർണ്ണ രീതിയിൽ ടോട്ടൽ 3 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൂട് കൊടുത്തതിനാൽ നല്ല കളറുള്ള കൊപ്ര, വൈറ്റ് കൊപ്ര. പിന്നെ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മളെ ഈ ഫയർവുഡ് ഡ്രയറിൽ പുകന്റെ ഒരു ഇത് ഉണ്ടാവും. അത് നമ്മള് തീയിടുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഫർണൻസ് ആണ് ഈ വരുന്നത്. അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മൾ വിറകിട്ട് കത്തിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് ഏകദേശം നല്ല 2.5 അടി നീളത്തോളം ഉള്ള വലിയ വിറകെല്ലാം ഇടാൻ പറ്റും. അത് ഇട്ടിച്ച് നമുക്ക് തീ കത്തി കഴിഞ്ഞാൽ ഇതിന്റെ സ്മോക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ പുറത്തേക്ക് പോകും. ചൂട് മാത്രമാണ് നമ്മൾ ചേമ്പറിന്റെ ഉള്ളിലേക്ക് വരുന്നത്. ഒട്ടും പുക എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നില്ല. അപ്പുറത്ത് കൂടി നമ്മൾ ഇവിടെ പോക്കോയിൽ വെച്ചു, പോക്കോയിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് സിമെന്റിന്റെ കോയിൽ വെച്ചിട്ട് മുകളിലോട്ട് പുറത്തേക്ക് വിടുന്ന രീതിയിലാണ് ഇതിന്റെ അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ പോക്കോയിൽ പോയിക്കോളും. ഇതിനകത്ത് ചൂട് മാത്രമേ വരുള്ളൂ. അതെ 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 അതെ. ഇതിൽ നമുക്ക് പിന്നെ കുരുമുളക് ഉണക്കാം, അതുപോലെ തന്നെ ജാതിപത്രി ഉണക്കാം, ജാതിക്കായ ഉണക്കാം, അതുപോലെ തന്നെ കൊക്ക ഉണക്കാം, ഏല ഉണക്കാം, അതുപോലെ തന്നെ കൊപ്ര, കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം എല്ലാം ഉണക്കാം. ഇതൊരു വീട്ടിലുണ്ടെങ്കിൽ സംഭവം പവറാട്ടാ. പിന്നെ നമ്മള് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈ, തൊട്ടടുത്ത സൈസ്. ഇത് എത്ര തേങ്ങ വെക്കണം? ഇതിൽ 10 ട്രേ വരുന്നതാണ്. 10 ട്രേ വരും. അതുപോലെ തന്നെ ഇതിൽ ഏകദേശം ഒരു 300-350 നാളികേരം വരെ നമുക്ക് ഉണക്കാൻ പറ്റിയ ഒരു സൈസ്. ഇതൊരു മില്ലിലേക്കൊക്കെ പറ്റിയല്ലേ? അതെ അതെ അതെ. ചെറിയൊരു വ്യവസായം തുടങ്ങുന്നവർക്കൊക്കെ പറ്റിയൊരു സംഭവമാണ് ഇത്. ജാതി കർഷകർക്ക് വളരെ നല്ലൊരു മോഡലാണ്. അതായത് ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യമില്ല. മഴക്കാലത്താണെങ്കിൽ അവർക്ക് ഒരു ചെറിയ ഷെഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, അവരെ വീട്ടിൽ തന്നെയുള്ള വിറകും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാം. അടിപൊളി. ഇതിന് നമുക്ക് സബ്സിഡി കാര്യങ്ങളിൽ ലോണൊക്കെ ഇതിനിപ്പോ പല രീതിയിലുള്ള സ്കീമുകൾ വരുന്നുണ്ട്. കാർഷിക ഇത് മുഖേനാണെങ്കിൽ അതിന്റെ സബ്സിഡി ഓരോ സമയത്ത് വരുന്നുണ്ട്. അങ്ങനെ അപേക്ഷിച്ച് കൃഷിഭവൻ മുഖേന സമീപിക്കുന്നവർക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അല്ലാതെ പിന്നെ വ്യവസായ ആവശ്യത്തിനാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ സബ്സിഡിയാണ് വരുന്നത്. അപ്പൊ സാധനം ഇപ്പൊ നമ്മളെ സ്റ്റോക്ക് ഉണ്ട്. ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ട്. ചാലക്കുടി വന്നു കഴിഞ്ഞാൽ ഇത് മാത്രല്ല, ഇതിന്റെ വലുത് ഇനിയുണ്ട്. 2000 തേങ്ങ വെക്കണുണ്ട് അല്ലേ? എല്ലാ സൈസ് ഏകദേശം ഒരു 10-15ഓളം മോഡൽ തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പിലുണ്ട്. ഇത് ഏകദേശം ഇതേ രൂപം തന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി കൂടും. ഇതിന്റെ ക്വാണ്ടിറ്റി കൂടും. ഇത് ഇലക്ട്രിസിറ്റിയും ഫയർവുഡോടും കമ്പൈൻ ആയിട്ട് വരുന്ന മോഡലും ഉണ്ട്. രണ്ടും ഒരുമിച്ച് വരുന്ന ടൈപ്പും ഉണ്ട്. രണ്ടും അവൈലബിൾ ആണ്. അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രയർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഡ്രയർ ഉണ്ട് കേട്ടോ. ഈ ഫയർവുഡ് മാത്രമല്ല, ഇലക്ട്രിക് ഡ്രയർ, അതുപോലെ ഓയിൽ എടുക്കണ മെഷീന്, കൊപ്ര കട്ടർ, പിന്നെ റോസ്റ്റർ, പിന്നെ പൾവറൈസർ ഇല്ലേ, ഒക്കെ നമ്മളെ ഈ കമ്പനിയിലുണ്ട്. നമ്മളെ ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ്. ചാലക്കുടി KSRTC സ്റ്റാൻഡിന്റെ അടുത്തില്ലേ, തൊട്ടടുത്ത് ഐ വിഷൻ ഹോസ്പിറ്റലിന്റെ മുന്നിലായിട്ട് നമ്മളെ ഈ ചാലക്കുടിയുള്ള സ്ഥാപനം. പിന്നെ നമുക്ക് കോഴിക്കോടുണ്ട്. കോഴിക്കോട് ഓമശ്ശേരിയിൽ അല്ലേ? കോഴിക്കോട് ഓമശ്ശേരിയാണ് നമുക്ക് ഫാക്ടറി വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ മെഷീനറീസ് കാര്യങ്ങളൊക്കെ കാണേണ്ടവർക്ക് അവിടെയാണ് വരേണ്ടത്. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ മെഷീനറി കാര്യങ്ങളെല്ലാം കാണും. നമുക്ക് ഓൾ ഇന്ത്യ പാർസൽ സൗകര്യം ഉണ്ട്. എല്ലാം ഉണ്ട്. അല്ലേ? അതെ.